വലിച്ചിട്ട് ബോഡി നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഇതിനകത്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ ഈ കണ്ട സിസ്റ്റം അല്ല. ഡെഡ് ബോഡി എന്ന് പറയുന്നത് ഹേഴ്സ് എന്ന് പറയുന്ന വണ്ടിയിൽ ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് നിയമം. ഇങ്ങനെ ഒരു സ്റ്റെപ്പിലൂടെ സൈഡിലൂടെ കയറത്താക്കണം. ഇങ്ങനെ രണ്ട് സൈഡിലും സ്റ്റെപ്പ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതോടുകൂടി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. F0 എന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ കുറിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. യൂണിക്കോൺ കോച്ച് വർക്സിലാണ് ഞാനുള്ളത്. യൂണിക്കോൺ കോച്ച് വർക്സിന്റെ ഒരു വീഡിയോ കുറച്ച് മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് ട്രാക്ക് ചെയ്തെടുക്കുന്നത് അല്ലേ, ഒരു മാത്യു ചേട്ടനും വിനീത ചേച്ചിയും. ഇവിടെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഹേഴ്സ് എന്ന് പറയുന്ന ഒരു വണ്ടിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷം നമുക്കറിയാം. നേരെ ഹേഴ്സിന്റെ വിശേഷങ്ങളിലേക്ക്. വിനീത ചേച്ചിയും മാത്യു ചേട്ടനും ഞാൻ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ലോകം മലയാളികൾ വലിയ രീതിയിൽ കഴിഞ്ഞ ഒരു വീഡിയോ, നമ്മുടെ ഫുഡ് ട്രാക്കിന്റെ വീഡിയോ ഏറ്റെടുത്തതാണ്, നിങ്ങളെല്ലാവരും കണ്ടതും കൂടിയാണ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞു പോയതാണ് ഹേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പുറകിലുള്ള ഈ ഒരു വണ്ടീനെ കുറിച്ചിട്ട്. അതിൻ്റെ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടത്തേക്ക് യൂണിക്കോണിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വെഹിക്കിൾ, ഇങ്ങനൊരു വെഹിക്കിൾ തന്നെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മുടെ നിയമം പറയുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ സഹജമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് ആംബുലൻസിലാണ്. ആംബുലൻസ് ശരിക്കും പറഞ്ഞാൽ ആംബുലൻസ് നമ്മൾ പേഷ്യൻസിനെയും ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെയും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയും ഡെഡ് ബോഡി എന്ന് പറയുന്നത് ഹേഴ്സ് എന്ന് പറയുന്ന വണ്ടിയിൽ ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് നിയമം. പക്ഷെ നമ്മുടെ നാടുകളിൽ വളരെ റയർ ആണെന്ന് പറയാൻ പറ്റും. അതെ, വളരെ ചുരുക്കം വണ്ടികൾ മാത്രമേ ഉള്ളൂ ഹേഴ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അതെ. അപ്പോൾ നിങ്ങളിപ്പം കേരളം മുഴുവനുമായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഏതൊരു RTOയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് അറിയേണ്ടത് ഇതിന്റെ ഫെസിലിറ്റീസ്, ഇത് എങ്ങനെ നിങ്ങൾ ചെയ്യുന്നു, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ എനിക്ക് അറിയാനുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മൾ ഹേഴ്സ് എന്ന് പറയുന്ന വണ്ടി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ചേസ് ആയിട്ടുള്ള വണ്ടി എടുത്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഉണ്ടോ? അതെ, അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് പിന്നെ ഈ ടെമ്പോ ട്രാവലർ അതൊന്നും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതൊന്നും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കവേർഡ് ആയിട്ടുള്ള വണ്ടി നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട് നമുക്ക് അനുവാദമില്ല. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതെ, നമ്മൾ ശ്രദ്ധിക്കണം. ചേസസ് വണ്ടി തന്നെ നമുക്ക് എടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ശരി. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ബോഡി നമ്മൾ ഇതിനകത്ത് ചെയ്യുകയാണ്. ഇത് ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഡെലിവറി ചെയ്തൊരു വണ്ടിയാണ്. ഡെലിവറി ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തൊരു വണ്ടിയാണ്. ഇതിനകത്ത് നമ്മൾ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു മൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പാട്ടും കാര്യങ്ങളും ഒക്കെ ഇടാനായിട്ടുള്ളൊരു മൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മേളിൽ നമ്മൾ സോളാർ പാനൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാറ്ററി എക്സ്ട്രാ പവർ കിട്ടാൻ വേണ്ടി. ഈ സോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോളാറിലാണ് ഇത് ശരിക്കും സോളാറിലായിരിക്കില്ലല്ലോ, കംപ്ലീറ്റ്ലി സോളാറിലല്ല വർക്ക് ചെയ്യുന്നത്. 12 വോൾട്ടിന്റെ ഒരു സിസ്റ്റം, AC സിസ്റ്റം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ സോളാറിൽ അത്രയും ബാക്കപ്പ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചേക്കുന്നത്. ഒരു സപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ സപ്പോർട്ടായിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിനകത്തുള്ള സംവിധാനങ്ങളാണ്. മെയിൻ പാർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിങ്ങനെ ഡോറ് തുറക്കുന്നു. ഇതിൽ നിന്ന് ഈ ട്രോളി വെളിയിലേക്ക് വലിച്ച് ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം അല്ലേ? അതെ, ഇങ്ങനെ വലിച്ച് എടുക്കുകയും ഇത് നമുക്ക് എവിടത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്? ഇതേ രീതിയിൽ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് പള്ളിക്കകത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് അത് മാത്രമായിട്ട് നമുക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മണ്ടയ്ക്ക് വേറൊരു ട്രോളി വെക്കേണ്ടി വരും. എക്സ്ട്രാ കൂടെ ഒരു ട്രോളി വെക്കണം. അപ്പം ബോഡി മാത്രമായിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് അങ്ങനെ. സാധാരണ ഇത് ഈ രീതിയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും തള്ളിക്കൊണ്ട് പോകാന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട്. നമ്മൾ എടുത്ത് കൊണ്ടുപോകേണ്ട വെയിറ്റ് നമ്മൾ നോക്കണം. അതെ. നമുക്ക് നല്ല സ്ഥലമാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് തള്ളിക്കൊണ്ട് പോകാം. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് വെക്കാനും സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നേ ഉള്ളൂ. വലിയ ആയാസമൊന്നും ഇല്ല അല്ലേ? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആ രീതിയിൽ തന്നെ വെക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് കയറാനായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോർ ഉണ്ട് അല്ലേ? അതെ, ഡോറുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് ഉള്ളിൽ പിന്നീടുള്ള ഞാൻ പറഞ്ഞ പോലെ 12 വോൾട്ടിന്റെ ഒരു AC ഫിക്സ് ചെയ്തേക്കുന്നത്. ഇത് വലിയൊരു AC അല്ലേ? ഇത് വലിയ AC ആണ്. നമ്മൾ നോർമലി വീട്ടിൽ വെക്കുന്ന ഒരു AC ആണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് 12 വോൾട്ടിന്റെ ഒരു കംപ്രസറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിന്റെ സിസ്റ്റം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തെടുത്തത്. അതെ. അതിനുവേണ്ടിയാണ് നമ്മൾ സോളാറിന്റെ പാനൽ അകത്ത് കൊടുക്കുകയും ചെയ്തത്. സപ്പോർട്ടായിട്ട് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കൊരു UPS സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അകത്ത് ഇവിടെ ആയിട്ട് നമ്മൾ ബാറ്ററി ആണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഉള്ളിലാണ് ബാറ്ററി. അതെ, ഇതിനുള്ളിലാണ് ബാറ്ററി കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് വരുന്ന സിസ്റ്റങ്ങൾ ഇതാണ്. ഇത് അകത്ത് ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നീട് അതേപോലെ തന്നെ മുകളിൽ ലൈറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. മേളിൽ ലൈറ്റ്സ് ഉണ്ട്. മേളിൽ ലൈറ്റ്സുകൾ ഇത് നമ്മൾ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഫോക്കസ് ചെയ്യുകയും ചെയ്യാം.
ബോഡിയിൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യാം. ഓ അങ്ങനെയുണ്ട്. ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യത്തക്കണം. അതായത് നമ്മൾ രണ്ട് സൈഡിലും ഗ്ലാസ് കൊടുത്തിട്ട് ആൾക്കാർക്ക് ആ ബോഡിയുടെ ഫേസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഫേസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അതെ അത് രീതി കൊടുത്തേക്കും. ഇത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ ഈ ഇന്റീരിയർ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. കസ്റ്റമർ ആണ് ഇതിനകത്തെ കളർ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ചെയ്തെടുക്കുന്നത്. ഈ കളറിന്റെ പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ കാണുന്നത് ഒരു വൈറ്റ് കളറിലാണ് കാണുന്നത്. അതെ. അപ്പൊ ഇത് വൈറ്റിൽ മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെ വേറെ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും? സാധാരണഗതിയിൽ ഹേഴ്സ് ചെയ്യുന്നത് നമ്മൾ ബ്ലാക്ക് കളറാണ്. മറ്റു സ്റ്റേറ്റുകളിലൊക്കെ നോക്കിയാൽ നമ്മൾ ബ്ലാക്ക് കളറാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ കസ്റ്റമേഴ്സ് അതൊരു വൈറ്റ് കളറിലേക്ക് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഹേഴ്സ് സാധാരണഗതിയിൽ ബ്ലാക്ക് ആണ്, പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് വൈറ്റിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും വൈറ്റ് കളറാണ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ ഒരു സ്ക്രീനിനകത്ത് നമുക്കത് LED സ്ക്രീനാണ്. അതിൽ നമുക്ക് വീഡിയോസ് റൺ ചെയ്യാം. ഇത് നമ്മൾ ഈ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു അഡ്രസ്സ് ഇതിൽ. അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയർ സിസ്റ്റം നമ്മൾ ഇതിനകത്താണ് കൊടുത്തേക്കുന്നത്. ഇതിനുള്ളിലായിട്ടാണ് ആംപ്ലിഫയർ സിസ്റ്റം നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡ്രൈവർക്ക് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതെ അതെ. മൈക്രോഫോൺ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നു. ആംപ്ലിഫയർ സിസ്റ്റം അകത്താണ് കൊടുത്തേക്കുന്നത്. ഇവിടെയാണ് അതിന്റെ സ്വിച്ച് കൺട്രോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ സ്വിച്ച് കൺട്രോൾ എല്ലാം നമ്മൾ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഇത് ലൈറ്റ്സ് വരും, LED ബോർഡിന്റെ വരും, എക്സ്ട്രാ ലൈറ്റുകൾ കാര്യങ്ങൾ, ഈ ഫാന് എല്ലാം വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാബിനകത്തെ AC നമുക്ക് ഇവിടേക്ക് കൂടെ പ്രവർത്തിപ്പിക്കത്തൊക്കെ വേണം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്കത്തൊക്കെ നമ്മൾ കൊടുത്തേക്കാം. അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് AC ഇതിന്റെ ഉള്ളിൽ വരുന്നില്ല. ഇല്ല, ഈ വണ്ടിക്ക് AC വിത്തൗട്ട് AC ആണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇത് ഉപയോഗിച്ച് ക്യാബിന് നമ്മൾ AC ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കും. രണ്ടും കൂടി AC ആക്കിയിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കും. ആ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഇതില് എക്സ്ട്രാ നമുക്ക് ഒരാൾക്കും കൂടി അതിന് ഫ്രണ്ടിലിരിക്കാം. 1+1 ആണ് ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ. ഇതിലിപ്പോ എനിക്ക് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ള മതി ചേട്ടാ, ഇതിന്റെ രജിസ്ട്രേഷൻ ഇതൊക്കെ എങ്ങനെ വലിയ നൂലാമാരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷനോട് കൂടിയാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. അതിനകത്ത് 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. ഒന്ന്, ചേസസ് ആയിട്ട് വണ്ടി എടുക്കണം. പഴയ വണ്ടി കൊണ്ടുവരാൻ പാടില്ല. പഴയ വണ്ടി കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല. അല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങളുടെ അല്ലെങ്കിൽ കസ്റ്റമറുടെ ഏത് RTOയിലാണോ ആ RTOയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വർക്കിൻ്റെ കംപ്ലീഷൻ ഉണ്ടാകുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു സിസ്റ്റം. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്യേണ്ട എല്ലാം നിങ്ങൾ ചെയ്തു തരും? അതെ അതെ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു തരും. വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ടാക്സും അടച്ച് ഇതോടുകൂടി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. വേറെ നമ്മൾ അങ്ങോട്ട് ഓടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അങ്ങ് ഓടിച്ചാൽ മതി. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ചെറിയൊരു വണ്ടി നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഈ ചെറുതിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ല വലിയ വണ്ടികളൊക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഏത് വണ്ടിയെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഇപ്പം ഇതൊരു വണ്ടിയിൽ ബെഡാ ദോസ്തയിൽ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്ക് ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ശരി. അതുപോലെ തന്നെ ഇതുപോലൊരു വണ്ടിയിൽ നമ്മൾ ഓൾറെഡി മണർകാട് പള്ളിക്ക് വേണ്ടി നമ്മളിപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വലിയ വണ്ടി, ഇതൊരു 9 അടി നീളമുള്ള വണ്ടിയാണ്. ഇതൊരു പവർ ആണെന്നുണ്ടെങ്കിലും വളരെ വലുതാണ്. ഇത് വലിയൊരു വണ്ടിയാണ്, നമുക്ക് കയറി നിൽക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ ഫെസിലിറ്റീസ് എന്തെങ്കിലും കൂടുതൽ വരുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ ഇതേ രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് ഉണ്ടാവും. കുറച്ചുകൂടെ വലുതാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ട്രോളിക്ക് പകരം നമ്മൾ ഇവിടെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ബോഡിയെ ഇങ്ങ് വെളിയിലോട്ട് വലിച്ചിറക്കാനായിട്ട് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സെൻട്രലിലായിരിക്കും ഇതിൻ്റെ ബോഡി പ്ലേസ് ചെയ്യുന്നത്. ആ പ്ലേസ് ചെയ്യുന്നത് ഏകദേശം 5.5 അടിയോളം വെളിയിലോട്ട് വരത്തക്കോണം നമ്മളൊരു ട്രോളിയിൽ വലിച്ച് ഇത് ചെയ്തിട്ട് ബോഡി നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഇതിനകത്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ കണ്ട സിസ്റ്റം അല്ലാത്ത രീതിയിലാണ് പുതിയൊരു സിസ്റ്റം. അതെ അതെ, അങ്ങനെയാണ് മണർകാട് പള്ളിക്കും നമ്മൾ ചെയ്തു കൊടുത്തേക്കുന്നത്. എന്നാൽ ഇതെല്ലാം റിക്വയർമെൻറ്റ്, കസ്റ്റമർ റിക്വയർമെൻ്റ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഏത് രീതിയിലാണോ കസ്റ്റമർക്ക് ആവശ്യം ആ രീതിയിലാണ് നമുക്ക് ചെയ്തു കൊടുക്കുന്നത്. ഇതിനകത്താണെങ്കിൽ ഒരു സിസ്റ്റം ഇതുണ്ടാക്കിയേക്കുന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ ഇതിനകത്ത് ചെയ്തേക്കുന്നതാണ് ഇങ്ങനൊരു സ്റ്റെപ്പിലൂടെ സൈഡിലൂടെ കയറത്താക്കണം. ഇങ്ങനെ 2 സൈഡിലും സ്റ്റെപ്പ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സ്റ്റെപ്പ് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കും. സ്റ്റെപ്പ് ഇങ്ങനെ മടങ്ങിയിരിക്കുകയും ചെയ്യും. അതെ അതെ, ക്ലോസ് ആയിട്ട്. ഓടുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കും, ആവശ്യമുള്ള സമയത്ത് ഇത് തുറന്ന് ഈ രീതിയിൽ നിൽക്കും. പല മാറ്റങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതെ, കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കും. അപ്പൊ ഇതിലും വലിയ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടോ? വേണമെന്നുണ്ടെങ്കിൽ ബസ് സൈസിലുള്ള വണ്ടികൾ, ഏത് വണ്ടിയാണെങ്കിലും ചേസിലാണോ നിങ്ങൾ തരുന്നത് ആ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റും. ഇനി എനിക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. ആദ്യം ചെറുത് നമ്മൾ കണ്ടു.
ചെറിയ പ്രൈസ് നമ്മൾ ചെറിയ വണ്ടിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയോളം ഏകദേശം വണ്ടിയുടെ ചേസിന് വില വരുന്നുണ്ട്. വർക്ക് ഏകദേശം 7 lakhs റുപ്പീസോളം വർക്ക് വരുന്നുണ്ട്. ഈ വണ്ടിയാണെങ്കിൽ വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് 9.25 ലക്ഷം രൂപയാണ് ഇപ്പം പ്രൈസ് വരുന്നത്. ബെഡാ ദോസ്തിൻ്റെ i3 എന്ന് പറയുന്ന മോഡലാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അതിൽ നമുക്കൊരു 9 ലക്ഷം രൂപയോളം അഡീഷണൽ ആയിട്ട് നമ്മൾ കോസ്റ്റ് വരുന്നുണ്ട്. ഇത്രയാണ് യൂണിക്കോൺ കോച്ച് വർക്സിലെ ഹേഴ്സിന്റെ വിശേഷങ്ങൾ. വളരെ നല്ല രീതിയിലൊരു ഐഡിയ പരമായിട്ട് തന്നെയാണ് വിനീത ചേച്ചിയും മാത്യു ചേട്ടനും ഈ ഒരു ഹേഴ്സ് നിർമ്മിച്ച് നമ്മളെ കൈകളിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇതുവരെ കണ്ടത് ആംബുലൻസിലായിരുന്നു. എല്ലാ കാര്യവും നമ്മൾ ആംബുലൻസ് തന്നെ യൂസ് ചെയ്യുന്നല്ലേ, പേഷ്യൻസിനെ കൊണ്ടുപോകാനും ഡെഡ് ബോഡി കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട്. എന്നാൽ അതല്ല, ഇങ്ങനെ ഒരു വെഹിക്കിൾ കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ചെയ്തെടുക്കുന്ന ഒരു കാഴ്ച അത് നമ്മളെ പത്തനംതിട്ടയിൽ ഈ കുറിയന്നൂർ എന്ന് പറയുന്ന യൂണിക്കോൺ കോച്ച് വർക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. ചെറിയ വെഹിക്കിളാണ് മാത്യു ചേട്ടൻ തുടങ്ങിയത്, ഇന്ന് വലിയ വെഹിക്കിളും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ എന്നും കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വിളിക്കാം, സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.